ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആളാൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കുക. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധിവരെ ക്ഷമിച്ചിരുന്നു. ഒരൊറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ച് കിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-99 തന്നെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. സെയിം ടു യു എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു ഇതിന് കൂളെന്ന് പറഞ്ഞു. ഗുണ്ടാ റൂമിലൊന്നും പോയ കാര്യമല്ലേ ഈ പറയുന്നത്, സ്റ്റാഫ് റൂമിൽ, അതായത് നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന വിദ്യ പകർന്നു തരുന്ന അധ്യാപകരുടെ റൂമിൽ പോയ കാര്യമാണ് ആ പയ്യൻ പറഞ്ഞേക്കുന്നത്. അതായത് നിന്റെ കൈ തല്ലി പിടിക്കും, നീ കൈവാട്ട് വെളി ചുറ്റി നടക്കത്തില്ല എന്നൊക്കെ ഉള്ളത്. ഗുണ്ടകളെ ഭയപ്പെടുത്തുന്ന രീതിയിലെ സംസാരമാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്. ഇവരൊക്കെയാണോ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വിദ്യ പകർന്നു നൽകേണ്ടത്? ഈ അധ്യാപകരായതിനുള്ള മാനദണ്ഡം എന്താണ്? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കാട്ടിലും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യം ഒരു മനുഷ്യനോട് പെരുമാറാൻ നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അധ്യാപകർ പ്രത്യേകം സൂക്ഷിക്കണം, രക്ഷകർത്താക്കൾ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു പയ്യന്റെ അടിയിൽ ഇങ്ങനെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഇന്നിപ്പോ അവസ്ഥ എന്തായി? അവൻ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു, ആർക്കില്ലാതായി? അവനെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ആ കുടുംബത്തിന്, അച്ഛനും അമ്മയ്ക്ക് ഈ നഷ്ടം ആര് നികത്തും? ആർക്ക് നികത്താൻ പറ്റും? ഈ പറയുന്ന അധ്യാപകർക്ക് പറ്റുമോ? അവർക്കൊരു സസ്പെൻഷൻ കൊടുക്കുമായിരിക്കും കയറിപ്പോയാൽ. കുറച്ചാൾ കഴിയുമ്പോൾ അവർ വീണ്ടും കയറും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്താണ് നമ്മുടെ കേരളത്തെ അടിക്കടി ഇങ്ങനെ ഉണ്ടാകുന്നത്? അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സാറന്മാരുണ്ടായിരുന്നു. അതായത് നമ്മളെ ചില സാറന്മാർ വന്ന് എന്തെങ്കിലും എണീപ്പിച്ചിരുത്തും, അടിക്കും, പോകും, അല്ലെ ഇരിക്കാൻ പറയും, അല്ലെ ഇച്ചിരി സമയം നിർത്തിയിട്ട് ഇരിക്കാൻ പറയും. അവരോടൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ ചില സാറന്മാരുണ്ടായിരുന്നു, അവരെന്ന് പറഞ്ഞാൽ അടിക്കത്തില്ല, പകരം അവർ വാക്കുകൊണ്ടാണ് നമ്മളെ ഒരു അടി കിട്ടുന്നതിനെക്കാട്ടിലും നമുക്ക് വിഷമവും വേദനയും ഉണ്ടാകുന്നതായിരിക്കും അത്രയും കുട്ടികൾക്ക് മുമ്പ് വെച്ച് അപമാനിക്കുക. അപ്പൊ അങ്ങനെ അപമാനിക്കുന്ന അങ്ങനത്തെ കുറെ ടീച്ചർമാർ നമുക്കുണ്ടായിരുന്നു. അവരെ ഓർക്കുമ്പോൾ ഇന്നും നമുക്ക് ഒരു വിഷമവും, അല്ലെങ്കിൽ അവരെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടക്കേടുമാണ് അവരോട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മെന്റലി അത്ര ഹരാസ് ചെയ്തവരോട് നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ടീച്ചർമാരെന്നുള്ളവർ, ടീച്ചിങ് നൽകുന്നവര്, നിങ്ങൾ ഈ ഒരു കാര്യം ഒരു ചിന്തിക്കുക. ഓരോ മനുഷ്യനും ആത്മാഭിമാനം ഉണ്ട്, അത് കുട്ടികളായാലും മുതിർന്നവരായാലും. അതിനെ ഹനിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറില്ല എന്നുള്ളൊരു അപേക്ഷ എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് ഇനിയെങ്കിലും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആ പയ്യന്റെ ബോഡി കൊണ്ടുവരുന്ന ഒരു ദൃശ്യമുണ്ട്, അതുകൂടെ ഒന്ന് കാണാം. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ അധ്യാപകന് നേരെ എന്തെടുക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം ആ ഒരു കുടുംബത്തിന്റെ വേദന, ആ ഒരു അമ്മയുടെ അച്ഛന്റെ വിഷമം, ഇതെങ്ങനെ അവര് പരിഹരിക്കണം? വായി തോന്നുന്നത് എന്തെങ്കിലും ആർക്കും വിളിച്ചു പറയാം. ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ എന്തെങ്കിലും എടുത്തുകാരി ചെയ്യുമ്പോൾ ആ കൊച്ചു പിള്ളേരാണ്, അവരുടെ മനസ്സ് പഴയതുപോലൊന്നും അല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ മനസ്സ് ഈ കാണിക്കുന്നതൊക്കെ കാണിക്കുമെങ്കിലും അവരുടെ മനസ്സ് ദുർബലമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഈ ഒരു കോഴ്സിന് വേണ്ടി അവരെ വിട്ടത്. അത്യാവശ്യം പഠിക്കുന്ന പയ്യനായിട്ടായിരിക്കുമല്ലോ ഈ ഒരു കോഴ്സ് എടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളെ നിങ്ങൾ ആ കുട്ടികളെ അറിഞ്ഞ് നിങ്ങൾ പെരുമാറുക. എന്തെങ്കിലും കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നാൽ പേരൻസിനെ അറിയിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവർക്ക് അടി പിടിക്കുകയും ചെയ്യും. മാനസികമായിട്ട് ഗുണ്ടകൾ പെരുമാറുന്ന തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളവർക്ക് മാർഗദർശികളാണ്, വഴികാട്ടികളാണ്. അക്കാര്യം എന്റെ പ്രിയമുള്ള അധ്യാപകർ മറന്നു പോകല്ലോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അപ്പൊ നമ്മളങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങളാണ്. ആദ്യം പറയുന്ന വോക്കലി കണ്ടോ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ? അത് മാത്രമല്ല, സ്റ്റാഫ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ കുട്ടികൾക്ക് നേരെ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ ദുരവസ്ഥകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും. പഠിക്കാൻ പോയ കുട്ടി ആ സ്ഥാപനത്തിൽ നിന്ന് ചാടി മരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നകരമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കുന്നത്, അവർ പഠിച്ചിട്ട് വിജയകരമായിട്ട് തിരിച്ചു. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്.
പ്രിയമുള്ള സർക്കാരിനോടാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉചിതമായ നടപടി ഈ വിഷയത്തിൽ എടുക്കുക. അപ്പം അതെല്ലാവർക്കും ഒരു മാതൃകാപരമായ ശിക്ഷയുമായി മാറട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.